لولا الهوى لم تريق دمعا على طلالي ولا رقت لذكر الباني والعالم. ഇമാം ബൂസൂരി തങ്ങൾ ആത്മാവിനോട് പ്രണയം സമ്മതിക്കാൻ വേണ്ടി പല തെളിവുകളും നിരത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഒരു പ്രണയത്തിൽ പെട്ടുപോയതല്ലേ? അപ്പോഴൊന്നും ആത്മാവ് സമ്മതിക്കാത്തത് കൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെയുള്ളൊരു ചോദ്യം തന്നെയാണിത്. ലൗലൽ ഹവാ ലം തുരിഖ് ദംഅൻ, നിനക്ക് പ്രണയമില്ലായിരുന്നെങ്കിൽ നീ കണ്ണീരൊഴുക്കില്ലായിരുന്നല്ലോ. അലാ ത്വലലി, ആ പഴയ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ. അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ച വീടും പരിസരവും ഒക്കെ കാണുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? പ്രണയമില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കണ്ണീര് വരില്ലായിരുന്നല്ലോ. വലാ അരിഖ്ത ലിദിക്രിൽ ബാനി വൽ അലമി, ബാൻ വൃക്ഷത്തെയും അതുപോലെ തന്നെ അലം കുന്നിനെയൊക്കെ ഓർത്തുകൊണ്ട് നീ ഇങ്ങനെ ഉറക്കമൊഴുക്കുകയും ചെയ്യില്ലായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് നിന്റെ ഉള്ളിൽ ആ പ്രണയം ഉള്ളത് കൊണ്ടല്ലേ. ബാൻ വൃക്ഷം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. അത് നമ്മുടെ നാട്ടിലെ മുരിങ്ങയുടെ ഇല പോലെ ആ ചെറിയൊരു ഇലയും അതുപോലെ തന്നെ റോസ് നിറത്തിലുള്ള ഒരു കായൊക്കെ ആയിട്ട് കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറിയൊരു ചെടിയാണ്. അതിന് ഷജറത്തുൽ അഹിബ എന്ന പേരുണ്ട്, അനുരാഗികളുടെ വൃക്ഷം എന്ന പേരൊക്കെ അതിനുണ്ട്. വളരെ ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ്. പെർഫ്യൂം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പല മെഡിസിനിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഈ ബാൻ വൃക്ഷങ്ങളും അലമും ഒക്കെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഓർക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ വരുന്നത് കൊണ്ടല്ലേ നിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ ബുർദയുടെ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരുന്നു, ഇമാം ബൂസൂരി തങ്ങൾ ബുർദയുടെ ആദ്യത്തെ വരിയിലൊന്നും മുത്തുനബിയുടെ പേര് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. അത് പറയാതിരിക്കുമ്പോൾ പിന്നെ മുത്തുനബിയെ പരിചയപ്പെടുത്താൻ വേണ്ടി അവിടത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ബാനും അലമും ഒക്കെ കടന്നു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രേമഭാജനത്തെ ഓർത്തുകൊണ്ടല്ലേ നീ കരയുന്നതും നിന്റെ ഉറക്ക് നഷ്ടപ്പെടുന്നതൊക്കെ? അതൊന്ന് സമ്മതിച്ചൂടെ എന്ന് ഇമാം ബൂസൂരി തങ്ങൾ സ്വന്തം ആത്മാവിനോട് ചോദിക്കുകയാണ്.